ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. വിവാഹം മുടങ്ങിയതിൻ്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഗംഗയെ കാണിച്ചുകൊണ്ടാണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ വിനീത് വന്ന് ഗംഗയെ രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. ഗംഗയെ രക്ഷിച്ചുകൊണ്ട് വിനീത് ചോദിക്കും, നീ അവസാനിപ്പിക്കാൻ വിചാരിച്ച ഈ ജീവിതം അത് എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗയ്ക്കും ഒരുപാട് വിഷമമാവും. ഗംഗ വിഷമിച്ചുകൊണ്ട് വിനീതിനെ കെട്ടിപ്പിടിക്കുകയും മനസ്സുകൊണ്ട് പൂർണ്ണമായും 100% സന്തോഷത്തിലും വിവാഹത്തിന് തയ്യാറെടുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ വിവാഹം നടക്കുന്ന അമ്പലത്തിലോട്ട് പോവും. അപ്പോൾ നമ്മുടെ ജയബാലൻ ഉണ്ടാവും അവിടെ. ജയബാലൻ ഒരിക്കലും ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ കാവേരിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ കാവേരിയെ കുറേ കളിയാക്കും. ഓ, നിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നിന്ന് വിനീതും ഗംഗയും ഇറങ്ങുന്നത് കാണുമ്പോൾ ജയബാലനാകെ ശരിക്കും ഷോക്കായി പോവും. അങ്ങനെ നമ്മുടെ ജയബാലനാണെന്ന് വെച്ചെങ്കിൽ കുറേ കള്ളത്തരൊക്കെ പറഞ്ഞാൽ പൂജാരിയെയും പറഞ്ഞയച്ചിരുന്നല്ലോ. പയ്യന് ആക്സിഡൻറ്റ് പറ്റി എന്ന് പറഞ്ഞ് പൂജാരിയെ പറഞ്ഞയച്ചിരുന്നു. അപ്പോൾ പൂജാരിയുടെ വായിൽ നിന്ന് കുറേ കേൾക്കും ജയബാലന്. എന്തിനാണ് നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞത്? ഈ നട്ടാക്കുരുക്കാത്ത നുണ ഭഗവാന്റെ മുന്നിൽ നിന്ന് പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞ ആ പൂജാരിയും ഇയാളെ കുറേ ചീത്ത പറയും. അപ്പോഴേക്കും സുജാതയ്ക്ക് ഒരു ഫോൺ വരും. അത് കല്യാണം നടക്കുന്ന അമ്പലത്തിൽ നിന്നായിരിക്കും. ആരോ വിനീതിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ സുജാതയ്ക്ക് ഒരു സംശയം, അവന് വിനീത് തന്നെ ഇവിടെ ഇല്ലേ എന്ന് സംശയം തോന്നി സുജാത പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് നിവിനായിരിക്കും പുറത്തേക്ക് വരിക. അങ്ങനെ നിവിനെ കണ്ടോടുകൂടി സുജാതയ്ക്ക് ആകെ ദേഷ്യവും. സുജാത നിവിൻ്റെ കോളറിനൊക്കെ കയറി പിടിച്ചിട്ട്, നീ എൻ്റെ മകനെ എന്തു ചെയ്തു, നിന്നെ ഞാൻ അത് ചെയ്യും, നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് സുജാത ഭയങ്കര ഭീഷണിപ്പെടുത്തും. അപ്പോൾ നിവിൻ പറയും, നിങ്ങൾ ഈ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കും. പിന്നെ നിങ്ങൾ ഈ കാണിച്ച ഈ ചീപ്പ് പരിപാടിയിലൂടെ നിങ്ങൾ തെളിയിച്ചു നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. അതിനു പുറമെ ഏതൊരാളായാലും അയാളെ റൂമിൽ പൂട്ടിയിടാൻ അമ്മയ്ക്കും പെങ്ങൾക്കൊന്നും അവകാശമില്ല എന്ന് പറഞ്ഞ് നിവിൻ അവിടെ നിന്ന് പോരുകയാണ്. നിവിൻ പറയും, എനിക്ക് കല്യാണത്തിന് കൂടണം, അവിടെ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നിവിൻ പോരും. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ ജയബാലനും വിനീതൊക്കെ കൂടി അവിടെ കിടന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്നിട്ട് വിനീത് പറയും, ആദ്യം എല്ലാവർക്കും ഗംഗേനെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. ഗംഗയ്ക്കൊന്നും പറ്റിയില്ലല്ലോ, കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്നാലോചിച്ച് ശാരദയൊക്കെ ഗംഗേനെ കെട്ടിപ്പിടിക്കുന്നതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ വിനീത് വന്നിട്ട് ജയപാലിനോട് പറയും, ഓ, നിങ്ങളല്ലേ പറഞ്ഞത് ഈ കല്യാണം നടക്കില്ല എന്ന്. ഇതാ കണ്ടോളൂ, കല്യാണം ശരിക്കും നിന്ന് കണ്ടോളൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാറുന്ന പോലെ ഈ സീൻ വിട്ടിട്ട് പുറത്ത് പോരുത്. എനിക്ക് ഇത് കഴിഞ്ഞ് വന്ന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിനീത് ജയപാലിനെ വെല്ലുവിളിക്കുന്ന പോലെ ആക്കിയിട്ട് പോവാണ്. ജയപാലിന് ആകെ നാണക്കടായി. പിന്നെ ഈ പൂജാരി കൂടി ഇതിങ്ങനെ പറഞ്ഞ കാരണം എല്ലാവരും കൂടി ജയപാലനെ കൂക്കി വിളിക്കും. അതായത് കല്യാണം കൂടാൻ വന്ന എല്ലാ നാട്ടുകാരും കൂടി ജയബാലനെ കൂക്കി വിളിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ജയബാലൻ ആകെ നാണക്കേട് ആകും. ഇനി പിന്നെ കല്യാണത്തിലോട്ടാണ് കിടക്കുന്നത്. അതായത് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഒരു പോവും. പൂജാരി താലി പൂജിച്ചിട്ട് വിനീതിൻ്റെ കയ്യിൽ കൊടുക്കും. വിനീത് താലി വാങ്ങുന്നു. എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടും. ഈ ഗംഗാ വിനീത് വിവാഹമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീൻ എന്ന് പറയുന്നത്. ഇതുവരെ മുൻപ് ഈ ഗംഗ ആത്മഹത്യ ചെയ്യാൻ പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗംഗയ്ക്ക് വിനീതിനോട് ഇത്തിരി താല്പര്യക്കുറവ് ഉണ്ടായേനെ. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ തന്നെ രക്ഷിച്ചത് വിനീതാണ്. ഇനി തനിക്ക് നീ കളയാൻ വെച്ച ജീവിതം എനിക്ക് തന്നൂടെ എന്ന് പറഞ്ഞ് അത്രയും സിൻസിയറായിട്ടാണ് വിനീത് ഗംഗയെ സ്നേഹിക്കുന്നതെന്ന് ഗംഗ മനസ്സിലാക്കുന്നു. അതോടുകൂടി ഗംഗയും പൂർണ്ണമായും വിനീതിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ വിവാഹത്തിന് നിൽക്കുന്നത്. അങ്ങനെ താലി കെട്ടുന്നു. താലി കെട്ടിക്കഴിഞ്ഞാൽ പുടവ കൊടുക്കൽ പ്രധാനമായൊരു ചടങ്ങാണ്. പുടവ കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തുളസി മാലകളിടുന്നു. പിന്നെ കുങ്കുമം ചാർത്തുന്നു. ഇങ്ങനത്തെ എല്ലാ ചടങ്ങുകളും അവരവിടെ ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പൂജാരി ഗംഗയുടെ കൈ പിടിച്ച് വിനീതിൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കും. കന്യാദാനം എന്ന് പറയുന്ന ചടങ്ങ് അത് ചെയ്യും. അത് കഴിയുമ്പോഴേക്ക് അത് അങ്ങനെ വിവാഹ മംഗളപരമായിട്ട് തന്നെ കഴിയും. ഇതേ സമയം ഈ വിവാഹം നടക്കുന്ന സമയത്ത് നമ്മുടെ സുജാതയും ഗീതയും
വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ വിവാഹം കഴിയുന്നത് വരെയും അവരവിടെ എത്തിയിട്ടില്ല. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഇവർ പുറത്തേക്ക്, അതായത് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗീതയും സുജാതയും കൂടി വരുന്നത്. അവർ വരുന്നത് കാണുമ്പോൾ തന്നെ ഗംഗയ്ക്ക് മനസ്സിലാകെ പേടിയും ആശങ്കയാവും. പക്ഷേ വിനീത് ഗംഗയ്ക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ഗംഗയുടെ കൈകൾ മുറുക്കി പിടിക്കും. അപ്പോൾ ഗംഗയ്ക്കൊരു സമാധാനം, മനസ്സിൻ്റെ ഉള്ളിലൊരു സമാധാനം ഉണ്ടാവും. എന്നാലും ഇവർ എന്താണ് വരുന്നത്, എന്താണ് പറയുന്നത് എന്ന് ആലോചിച്ചു കൊണ്ട് ഭയപ്പെട്ടിട്ടാണ് ഗംഗ നിൽക്കുന്നത്. അങ്ങനെ സുജാത വന്നിട്ട് പറയും, എൻ്റെ മകൻ വിനീതിനെ ഞാൻ ഇരിക്കപ്പിണ്ടം വെക്കുകയാണ്. എനിക്കിനി ഇങ്ങനൊരു മകനില്ല. ഇന്നേക്ക് 16-ാം ദിവസം അവനെ ഇരിക്കപ്പിണ്ടം വെച്ച് അവനെ ഞാൻ എൻ്റെ മകൻ എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും വരാം. വന്നു കഴിഞ്ഞ് ഈ ചടങ്ങിൽ പങ്കെടുത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും പോവാം. അതുപോലെ തന്നെ സുജാതയുടെ അമ്മയോടും പറയും, അമ്മയ്ക്കും വരാം. അമ്മയും വന്ന് ഇരിക്കപ്പിണ്ടത്ത് ഇത് കൂടിയിട്ട് ഭക്ഷണം കഴിച്ച് അമ്മയ്ക്കും പോവാം. ഇത്ര വരെയാണ് ഇന്നത്തെ എപ്പിസോഡ്.